നഗരിയെ ഞെട്ടിച്ചുകൊണ്ട് അനധികൃത സ്പാ മസാജ് കേന്ദ്രങ്ങൾക്കെതിരെ തിരുവനന്തപുരം നഗരസഭ കർശന നടപടികളിലേക്ക് നീങ്ങുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലൈസൻസ് ഇല്ലാതെയും മാനദണ്ഡങ്ങൾ ലംഘിച്ചും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ വ്യാപകമാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മിന്നൽ പരിശോധനയിൽ മാത്രം 17 അനധികൃത കേന്ദ്രങ്ങളാണ് നഗരസഭ ആരോഗ്യ വിഭാഗം കണ്ടെത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നിലവിൽ 130-ലധികം സ്പാ മസാജ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ പകുതിയോളം സ്ഥാപനങ്ങളും മതിയായ രേഖകളില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് സൂചന. നിയമലംഘനം കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയതായും നിശ്ചിത സമയത്തിനകം രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. IT നഗരമായ കഴക്കൂട്ടത്തെ സ്പാകളിലാണ് കഴിഞ്ഞ ദിവസം വ്യാപക പരിശോധന നടന്നത്. മേയറുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. ലൈസൻസ് കൃത്യമല്ലാത്ത സ്ഥാപനങ്ങളോട് അടിയന്തരമായി നഗരസഭാ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് തൊട്ടു മുന്നിൽ പാളയത്ത് പ്രവർത്തിച്ചിരുന്ന സ്പർശൻ എന്ന സ്പാ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ പൂട്ടിച്ചു. ഈ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ ലൈസൻസ് ഇല്ലെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. ഒരു ലൈസൻസിന്റെ മറവിൽ 2 കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിച്ചിരുന്നതായും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ലൈസൻസിന്റെ മറവിൽ നഗരത്തിൽ അനാശാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന ഗൗരവകരമായ വിവരങ്ങളാണ് നഗരസഭയ്ക്ക് ലഭിക്കുന്നത്. അംഗീകൃത ഡോക്ടർമാരുടെയോ വിദഗ്ധരുടെയോ മേൽനോട്ടം ഇല്ലാതെയാണ് പലയിടത്തും ചികിത്സകളും മസാജുകളും നടക്കുന്നത്. പല കേന്ദ്രങ്ങളിലും ക്രോസ് മസാജിംഗ് നടക്കുന്നുണ്ടെന്ന് മേയർ വി രാജേഷ് ആരോപിച്ചു. ചില സ്ഥാപനങ്ങൾ സ്പാ എന്ന പേരിൽ അനാശാസ കേന്ദ്രങ്ങളായി മാറുന്നു എന്ന പരാതി വ്യാപകമാണ്. ഇത്തരം പ്രവണതകൾ വച്ചു പൊറുപ്പിക്കില്ലെന്നും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയാൽ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഉടനടി റദ്ദാക്കുമെന്നും മേയർ മുന്നറിയിപ്പ് നൽകി. വ്യാജ സ്ഥാപനങ്ങളെ തുരത്താൻ ലൈസൻസ് നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താനാണ് നഗരസഭയുടെ തീരുമാനം. ഇനി മുതൽ സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ സ്പാ മസാജ് കേന്ദ്രങ്ങൾ തുടങ്ങാൻ ലൈസൻസ് നൽകുകയുള്ളൂ. ജീവനക്കാരുടെ യോഗ്യതയും പോലീസ് ക്ലിയറൻസും പരിശോധനയിൽ നിർണായകമാകും. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളായ തമ്പാനൂർ, സ്റ്റാച്യു, വഴുതേക്കാട് എന്നിവിടങ്ങളിലെ സ്പാകളിലും വരും ദിവസങ്ങളിൽ പരിശോധനയുണ്ടാകും. അനധികൃത കേന്ദ്രങ്ങൾ പൂട്ടിക്കുന്നതുവരെ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനകൾ തുടരാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. സ്പാകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതും ജീവനക്കാരുടെ വിവരം ഡിജിറ്റൽ പോർട്ടലിൽ രേഖപ്പെടുത്തുന്നതും ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ നഗരസഭ പരിഗണിക്കുന്നുണ്ട്. നഗരത്തിന്റെ സുരക്ഷയും മാന്യതയും ഉറപ്പാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് മേയർ ആവർത്തിച്ചു.